ആരാധന അതിരു കടന്നാൽ എന്താവും സംഭവിക്കുക? എങ്ങനെയാണ് ആരാധന ആപത്തായി മാറുന്നത്? 3 പെൺകുട്ടികൾ ജീവനൊടുക്കിയ സംഭവത്തിൽ കുട്ടികൾക്ക് കൊറിയൻ സംസ്കാരത്തോട് അമിതമായ താല്പര്യമുണ്ടായിരുന്നു. കൊറിയൻ സംഗീത താരങ്ങളോടുള്ള അമിത ആരാധന കാരണമായിരുന്നതിൽ പരിശോധന നടത്തുകയാണ് പോലീസ് ഇപ്പോൾ. പക്ഷേ ഒരു കൊറിയക്കാരൻ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പോകും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മുടെ ഇടയിൽ എസ്പെഷ്യലി ജെൻസി പിള്ളേരുടെ ഇടയിൽ കെ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണല്ലോ. കൊറിയൻ വേവ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഇതൊരു ഗ്ലോബൽ ട്രെൻഡായി മാറിക്കഴിഞ്ഞു. പാട്ടും ഡാൻസും ഫുഡും ബ്യൂട്ടിയും ഫാഷനും മാത്രമല്ല, റൊമാൻസ് വരെ ഇപ്പോൾ കെ സ്റ്റൈലായി. ശരിക്കും പോസിറ്റീവിനെ പോലെ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഇതിനുണ്ട്. മെയിൻലി ഇത് കുട്ടികളെ പലതരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. എല്ലാം ഒരു എന്റർടൈൻമെന്റിനപ്പുറം അവരുടെ ഡെയിലി ലൈഫിനെയും മെന്റൽ സ്റ്റാറ്റസിനെയും വരെ ഇത് ബാധിക്കുന്നുണ്ട്. മേ ബി ഒരു എസ്കേപ്പിസം ആവാം. ചുറ്റും നടക്കുന്ന നെഗറ്റീവ്സിൽ നിന്നോ സ്റ്റഡീസിൽ നിന്നോ മറ്റു കാര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സിൽ നിന്നോ ഉള്ള ഒരു രക്ഷപ്പെടലായിരിക്കാം. എൻ്റെ PG ഡെസേർട്ടേഷൻ്റെ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ എനിക്കൊരു സീരീസ് കാണാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ. ആ സമയത്ത് അവൾ പറഞ്ഞത് ഇരുന്ന് കാണ്, മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കുക എന്നാണ്. ചിലർക്ക് അതൊരു രക്ഷപ്പെടൽ തന്നെയാണ്. പക്ഷെ നമ്മളായിട്ട് ഒരു ലിമിറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അതൊരു വലിയ ട്രാപ്പ് തന്നെ ആയിട്ട് മാറും. അതിൽ പെട്ടുപോയ പിന്നെ ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ബോധേഡായിരിക്കില്ല. നമ്മുടെ ലോകം ആ ഒരു ഫാന്റസി വേൾഡിലോട്ട് അങ്ങോട്ട് ചുരുങ്ങിപ്പോവും. മറ്റൊരു ഭാഷ പഠിക്കുന്നതും മറ്റൊരു സംസ്കാരത്തെ പഠിക്കുന്നതും അത് ഫോളോ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെ സ്വയം മറന്നുകൊണ്ടാവരുത്. യൂഷ്വലി നമ്മൾ കാണുന്ന പല സിനിമകളിലും സീരീസുകളിലും നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തോ ഒരു എലമെന്റ് കൊറിയൻ ഡ്രാമയിലുണ്ടല്ലോ. അതാണല്ലോ നമ്മൾ അതിന്റെ മുന്നിൽ പിടിച്ചിരുത്തുന്നത്. അത് ചിലപ്പോൾ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കാം. പാർട്ട്ണറെ അല്ലെങ്കിൽ പാരൻസിനെ എങ്ങനെ സ്നേഹിക്കണം എന്നായിരിക്കാം, ഒരാളെ എങ്ങനെ ബഹുമാനിക്കണം എന്നായിരിക്കാം, ചിലപ്പോൾ സന്തോഷം, സമാധാനം, അങ്ങനെ പലതും ആയിരിക്കാം. എന്തെന്നെ ആയിക്കോട്ടെ, അതിൽ അവർ തരാൻ ശ്രമിക്കുന്ന മെസ്സേജ് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പൊ ഇതാ ഉത്തർപ്രദേശിൽ 3 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഡ്രാമ കാണാൻ കഴിയാത്തതിൽ വിഷമിച്ചു ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. വിശ്വസിക്കാൻ പാടാണ്. എത്രയോ നല്ല ഡ്രാമകൾ നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നവരുണ്ട്. അതിലൊന്നുപോലും ആ 3 കണ്ടിട്ടില്ലേ? അച്ഛൻ ഫോൺ വിറ്റു, അതുകൊണ്ട് ഡ്രാമ കാണാൻ പറ്റാത്തതുകൊണ്ട്. വാട്ട് നോൺസെൻസ്. ഡ്രാമ കാണാൻ മാത്രമാണോ ഫോൺ? അവർക്ക് കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ബ്ലൂ വെയിൽ പോലെയുള്ള ഒരു ഗെയിം അഡീഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വാട്ട് എവർ. എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളോടാണ്. ഡ്രാമയിൽ കാണുന്ന പലതും റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കരുത്. അതിലെ ആളുകളെയൊക്കെ വെറും ക്യാരക്ടേഴ്സായി മാത്രം കണ്ട് ആ ഒരു ഡ്രാമ അല്ലെങ്കിൽ സീരീസ് തരുന്ന മെസ്സേജ് എന്താന്ന് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. പലരും അങ്ങനെ കാണാത്തോണ്ടാണ് മെന്റൽ ബ്രേക്ക് ഡൗൺ അടക്കം പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ആരുടെയും റിയൽ ലൈഫ് അങ്ങനെയല്ല. ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം, ഞാൻ ഇവിടെയല്ലേ എന്നാണെങ്കിൽ കൊറിയ തന്നെയുള്ള പല മലയാളി ഇൻഫ്ലുവൻസേഴ്സും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഈ സംഭവം നടന്നത് UP-യിൽ, ഉത്തർപ്രദേശിൽ. ഇനി ഇവിടെ കേരളത്തിൽ നടന്ന വേറൊരു സൂസൈഡ് കേസ് ഉണ്ട്. ഒരു K-pop ബാൻഡിലെ മെമ്പർ ആയിട്ടുള്ള ഒരു കൊറിയൻ പയ്യൻ മരിച്ചു. അത് കാരണം ഉണ്ടായ മനോവിഷമത്തില് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ഈ കുട്ടി പഠിക്കുന്നത് +1-ൽ. 3-4 പേജുള്ള ആത്മഹത്യാ കുറിപ്പൊക്കെ ഉണ്ട്. ഇതിലെവിടെയും K-pop ബാൻഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അത് BTS-ലോട്ട് എത്തിച്ച് റീച്ച് കൊട്ടാനുള്ള മീഡിയ സ്ട്രാറ്റജിയാണ്. അത് പോട്ടെ. ഇനിയിപ്പോ അങ്ങനെ ഒരു K-pop മെമ്പർ മരിച്ചാൽ തന്നെ നമ്മൾ അറിയേണ്ടിരിക്കോ? ഇൻസ്റ്റയിൽ പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് മരിച്ചതുകൊണ്ട് അവള് മരിച്ചു. എന്താ കഥ? ഇതിനൊക്കെ പറയാൻ പാടില്ല. എന്നാലും കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അല്ല, അവ മരിച്ചതിപ്പോ എങ്ങനെ ഇവളെ അറിഞ്ഞിട്ടുണ്ടാവുക? ഷെഡ്യൂൾ ചെയ്തരാൻ സാധ്യതയല്ല, കാരണം ആക്സിഡന്റ് ആയിരുന്നു. ഇനി എന്തല്ല, അവരുടെ ഇടയിൽ 3-ാമതൊരാൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സുഖല്ലേ? ഇതൊക്കെ ഇവിടെയുള്ള ഏതെങ്കിലും വേട്ടാവളിമാരായിരിക്കും. ആ കുട്ടീനെ പറ്റിച്ചതായിരിക്കും. അത് കറങ്ങി തിരിഞ്ഞ് BTS-ൽ എത്തി എന്നതാണ് ഹൈലൈറ്റ്. അതൊക്കെ പോട്ടെ. എന്റെ വീഡിയോ കാണുന്ന മെജോറിറ്റി കുട്ടികൾ 8-ലും 9-ലും 10-ലൊക്കെ പഠിക്കുന്ന ചെറിയ മക്കളാണ്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു ഷോർട്സിന്റെ അടിയിൽ വന്ന കമന്റാണിത്. ഇത് മാത്രമല്ല, ഇങ്ങനെ കുറേ ഉണ്ട്. ഞാൻ കാണാഞ്ഞിട്ടല്ല. എങ്ങനെ ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കാന്ന് എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് ചിലപ്പോൾ അവർക്ക് സങ്കടമാവും, ചിലപ്പോൾ മെന്റലി ഹേർട്ടാവും. നിങ്ങളൊരു കാര്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഒരു ചെറിയ ഇലക്ട്രോണിക് ഡിവൈസിലൂടെ കാണുന്നതല്ല റിയാലിറ്റി. നിങ്ങൾ നിങ്ങളുടെ ഐഡൽസിനെ ഹസ്ബൻഡായും വൈഫായും അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറ്റൊരിടത്ത് നിങ്ങളുടെ എക്സിസ്റ്റൻസ് പോലും അവരറിയുന്നില്ല. സ്വയം മറന്ന് സ്നേഹിക്കാതിരിക്കുക. ദലൂലു ആവാം, പക്ഷെ അധികമായ സൊല്യൂഷൻ ഇല്ലാണ്ടായി പോകും. എന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്കത് വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ദലൂലു മൈൻഡിനെ ഞാനൊരു വള ഇട്ട് തരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഐഡൽസ് നമ്മളെ സ്ട്രോങ് ആക്കാനല്ലേ ശ്രമിക്കുന്നത്? എക്സാം ഒക്കെ വരികയല്ലേ, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ദയവ് ചെയ്ത് എന്റർടൈൻമെന്റ് പർപ്പസിന് അപ്പുറത്തേക്ക് ഇതൊന്നും എടുക്കാതിരിക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.